ഇബ്ലീസ് നമ്മുടെ പിന്നാലെ ഉണ്ടാവും. കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാതിരിക്കാനാണ് ചില നിയന്ത്രണങ്ങൾ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു തിന്മയെ ഇസ്ലാം വിലക്കിയാൽ ആ തിന്മയിലേക്ക് എത്താനുള്ള എല്ലാ വഴിയും ഇസ്ലാം അടച്ചിട്ടുണ്ടാവും. അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഖൽവത്ത് എന്ന് പറയും. അന്യ സ്ത്രീയും അന്യ പുരുഷനും തനിച്ചാകുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അത് ഓഫ്ലൈനിലുള്ള വിലക്കാണ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അന്ന് ഓൺലൈനില്ലല്ലോ. അപ്പോൾ ഓൺലൈനിൽ പരസ്പരം അന്യ സ്ത്രീ പുരുഷന്മാർ ചാറ്റ് പരസ്പരം സംവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പല രൂപത്തിലാകാം. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞോ എന്ന് ചില അസുഖം ബാധിച്ചോണ്ട് അസുഖം മാറിയോ എന്നൊക്കെ ചോദിക്കുന്നതല്ല അവിടെ വിഷയം. അപ്പോൾ ഈ അസുഖം മാറിയോ എന്ന് ചോദിക്കുന്ന ആളുടെ മനസ്സിൽ അസുഖം മാറിയോ എന്നതോ ഇനി മനസ്സിൽ വേറെ അസുഖം ഉള്ളത് കൊണ്ടാണോ എന്നത് വേറെ വിഷയമാണ്. ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടോ, നിങ്ങൾ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, പെൺകുട്ടികളോട് പറയാണ്, സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ സംസാരത്തിൽ കൊഞ്ചിക്കുഴയരുത്. എന്താ കാരണം? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, മനസ്സിൽ രോഗമുള്ളവരുടെ മനസ്സിൽ പൂതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്ന് വിലക്കി. വഖുൽന ഖൗലൻ മഅറൂഫാ, ഇനി ഒരാൾ ഫോൺ ചെയ്യും ആരാടാ അജ്ജി എന്ന് ചോദിക്കണ്ട, വളരെ മാന്യമായിട്ട് മാറൂഫായ രൂപത്തിൽ സംസാരിക്കാം.